ബൈബിൾ ക്വിസ് ഉൽപ്പത്തി 7-ാം അധ്യായം, ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ദൈവം നോഹയോട് പെട്ടകത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ആ തലമുറയിൽ നീതിമാനായി കണ്ടത് നോഹ ആയതിനാൽ. രണ്ടാമത്തെ ചോദ്യം: ശുദ്ധമായ മൃഗങ്ങളിൽ എത്ര ജോഡി വീതം പെട്ടകത്തിൽ കൊണ്ടുവരാൻ ദൈവം കൽപ്പിച്ചു? ഉത്തരം 7 ജോഡി വീതം. മൂന്നാമത്തെ ചോദ്യം: അശുദ്ധമായ മൃഗങ്ങളിൽ എത്ര ജോഡി വീതം കൊണ്ടുവരുവാൻ പറഞ്ഞു? ഉത്തരം 1 ജോഡി വീതം. നാലാമത്തെ ചോദ്യം: പക്ഷികളിൽ എത്ര ജോഡി വീതം കൊണ്ടുവരുവാൻ ദൈവം കൽപ്പിച്ചു? ഉത്തരം 7 ജോഡി വീതം. അഞ്ചാമത്തെ ചോദ്യം: വെള്ളപ്പൊക്കം തുടങ്ങുന്നതിന് മുൻപ് എത്ര ദിവസം കാത്തിരിക്കണമെന്ന് ദൈവം പറഞ്ഞു? ഉത്തരം 7 ദിവസം. ആറാമത്തെ ചോദ്യം: മഴ എത്ര ദിവസം ഭൂമിയിൽ പെയ്തു? ഉത്തരം 40 രാവും 40 പകലും. ഏഴാമത്തെ ചോദ്യം: വെള്ളപ്പൊക്കം ആരംഭിച്ചപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? ഉത്തരം 600 വയസ്സ്. എട്ടാമത്തെ ചോദ്യം: നോഹയോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിച്ചവർ ആരൊക്കെയായിരുന്നു? ഉത്തരം: നോഹ, ഭാര്യ, 3 പുത്രന്മാർ, അവരുടെ ഭാര്യമാർ. ഒമ്പതാമത്തെ ചോദ്യം: പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് ആര്? ഉത്തരം: ദൈവം. പത്താമത്തെ ചോദ്യം: വെള്ളം എത്ര ദിവസം ഭൂമിയിൽ ശക്തമായി നിലനിന്നു? ഉത്തരം: 150 ദിവസം. 11ാമത്തെ ചോദ്യം: വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെയായിരുന്നു? ഉത്തരം: പെട്ടകത്തിലുണ്ടായിരുന്നവർ മാത്രം. 12ാമത്തെ ചോദ്യം: ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് സംഭവിച്ചു? ഉത്തരം: പെട്ടകത്തിന് പുറത്തുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും നശിച്ചുപോയി. 13ാമത്തെ ചോദ്യം: മഹാപ്രളയത്തിൻ്റെ സമയത്ത് ആഴക്കടലിൻ്റെ ഉറവുകൾക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം: അവ പൊട്ടിത്തുറന്നു. 14ാമത്തെ ചോദ്യം: ആകാശത്തിൻ്റെ ജാലകങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം: അവ തുറക്കപ്പെട്ടു. 15ാമത്തെ ചോദ്യം: ഉൽപ്പത്തി 7-ന്റെ പ്രധാന പാഠം എന്താണ്? ഉത്തരം: ദൈവത്തോടുള്ള അനുസരണവും വിശ്വാസവും രക്ഷയിലേക്ക് നയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.